കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം. ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് അഥവാ HMPV. ന്യൂമോവിരിഡെ കുടുംബത്തിലെ മെറ്റന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ട വൈറസാണിത്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് HMPV. എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയും ഇത് ബാധിക്കുന്നു. കൊച്ചുകുട്ടികൾ, പ്രായമായവർ തുടങ്ങി ഉയർന്ന രോഗപ്രതിശേഷി ഉള്ളവർക്ക് പോലും HMPVയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞെന്നു വരില്ല. HMPVയുടെ ലക്ഷണങ്ങൾ ഫ്ലൂ, മറ്റു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവയ്ക്ക് സമാനമാണ്. ചുമ, പനി, ശ്വാസതടസ്സം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. കഠിനമായ കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണമായി 3 മുതൽ 6 ദിവസം വരെയാണ്. അണുബാധയുടെ തീവ്രത അനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്ത കാലയളവിലേക്ക് നീണ്ടുനിൽക്കും. കോവിഡ് പകരുന്നത് പോലെ സമാനമായി തന്നെ ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴി HMPV ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിക്കും. അതുപോലെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം മലിനമായ പ്രതലങ്ങളിൽ സ്പർശിക്കുകയും തുടർന്ന് വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുകയും തുടങ്ങിയ സാഹചര്യങ്ങളും HMPV പകരാം. CDC പ്രകാരം HMPV ചില ഗ്രൂപ്പുകൾക്ക് ഉയർന്ന അപകട സാധ്യത നൽകുന്നു. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ദുർബലമായ പ്രതിരോധശേഷിയുമുള്ള വ്യക്തികൾക്കും ഉയർന്ന അപകട സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ രോഗലക്ഷണങ്ങൾ വന്നതിനു ശേഷം പനി മാറ്റമില്ലാതെ 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തേണ്ടത് പ്രധാനമാണ്. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയോ വാക്സിനോ ഇല്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും സങ്കീർണതകൾ തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രോഗബാധിതർക്കുള്ള വൈദ്യസഹായം സഹായകരമാണ്. HMPV ലക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ വായയും മൂക്കും മൂടുക, തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ തുള്ളി പടരുന്നത് തടയാൻ ഒരു ടിഷ്യൂ ഉപയോഗിക്കുക. കൈകൾ പതിവായി കഴുകുക. കുറഞ്ഞത് 20 സെക്കൻഡ് നേരത്തേക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുന്നത് പകരാനുള്ള സാധ്യത കുറയ്ക്കും. വ്യക്തിഗത ഇനങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക. മറ്റുള്ളവരെ ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് പാത്രങ്ങളോ കപ്പുകളോ മറ്റു വ്യക്തിഗത ഇനങ്ങളോ പങ്കിടരുത്. വീട്ടിൽ തന്നെ തുടരുക. നിങ്ങൾക്ക് അസുഖം തോന്നുന്നുവെങ്കിൽ വൈറസ് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വീട്ടിലിരുന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ്.